സാറേ, ആഗോള കത്തോലിക്കരുടെ തലവൻ എന്നറിയപ്പെടുന്നത് പോപ്പിനെയാണ്, മാർപ്പാപ്പ. അപ്പോൾ ഈ മാർപ്പാപ്പയ്ക്ക് അസുഖമാണ് എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളൊക്കെ വന്നിരുന്നു. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ മാർപ്പാപ്പയ്ക്ക് രാജിവെച്ചൊഴിയാൻ പറ്റുമോ? ആദ്യമേ പറയട്ടെ, വളരെ വ്യത്യസ്തനായ ഒരു പാപ്പയാണ് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ. ഇതിനു മുമ്പ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1986 അല്ലേ അതെ വന്നപ്പോൾ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടത്. അതായത് തൃശ്ശൂരിൽ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്നാണ് ഞാൻ റിപ്പോർട്ട് ചെയ്തത്. ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുക്കുന്ന ഒരു പരിപാടി. പലയിടത്തും സ്വീകരണങ്ങൾ ഉണ്ടായിരുന്നല്ലോ, കോട്ടയത്തും തിരുവനന്തപുരത്തും ഒക്കെ. അപ്പോൾ ഇപ്പോഴത്തെ ഈ മാർപ്പാപ്പ വളരെ വ്യത്യസ്തനാണ്. ഒരുപാട് മാറ്റങ്ങൾ സഭയിൽ കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പല ഇടലേഖനങ്ങളും ഒക്കെ വഴിയും അദ്ദേഹത്തിൻ്റെ ആയുരാരോഗ്യത്തിന് പ്രാർത്ഥിക്കുന്നു. ഇനി അദ്ദേഹത്തിന് 88 വയസ്സായി. കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രാതൽ കഴിച്ചു എന്ന് റിപ്പോർട്ടുകളിലുണ്ട്. പിന്നെ രക്തപരിശോധനകളിലൊക്കെ കാര്യങ്ങൾ മെച്ചപ്പെട്ടു വരുന്നു എന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി പാപ്പമാരുടെ രാജിയെപ്പറ്റി, പാപ്പമാർക്ക് രാജിവെക്കാം. കാരണം അങ്ങനെ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുൻഗാമി ബെനഡിക്റ്റ് 16 2013 ഫെബ്രുവരിയിൽ സ്വയം ഒഴിഞ്ഞിട്ടാണ് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ വരാൻ തന്നെ കാരണമാകുന്നത്. അദ്ദേഹം സ്വയം ഒഴിയുകയാണ് ചെയ്തത്. അദ്ദേഹം അന്ന് വാർദ്ധക്യവും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ബെനഡിക്റ്റ് 16 പറഞ്ഞു, അമാനുഷികമായ കർമ്മങ്ങൾ ചെയ്യേണ്ട ഒരു പദവിയാണ്, അതിന് വേണ്ടത്ര ശക്തി പോരാ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ 600 വർഷത്തിൻ്റെ ഇടയ്ക്ക് രാജിവെച്ച് മാറുന്ന മാർപ്പാപ്പയായിരുന്നു അദ്ദേഹം. 600 വർഷം കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ഈ സംശയങ്ങൾ നിൽക്കുന്നത്. തെക്കൻ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയാണ് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ. അപ്പോൾ ഈ അമേരിക്കക്കാരൻ ആണ് എന്നുള്ളത് കൊണ്ടുതന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ട്രംപിനെതിരെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ട്രംപ് കത്തോലിക്കനല്ലല്ലോ. കെന്നഡി കത്തോലിക്കനായിരുന്നു, ബൈഡനും. അവിടെ കത്തോലിക്കരിൽ നിന്ന് പ്രസിഡന്റ് ആകുന്നതൊക്കെ വളരെ അപൂർവമാണ് അമേരിക്കയിൽ. അപ്പോൾ ഈ കുടിയേറ്റ കാര്യങ്ങളിൽ അല്ലേ, ഹമാസിനോടുള്ള നിലപാടിലും ഒക്കെ ഇസ്രയേലിന് ട്രംപിനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മാർപ്പാപ്പ. അപ്പോൾ അമേരിക്കക്കാരനായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അതിനെപ്പറ്റി നല്ല ധാരണ ഉണ്ട്. അപ്പോൾ 2005 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹം രാജിവെക്കാൻ ആലോചിച്ചതായിട്ട് പറയുന്നുണ്ട് 2005. കാരണം അദ്ദേഹം വിൽപ്പത്രത്തിൽ എഴുതിയിരുന്നു, ഞാൻ എത്ര നാൾ ഇരിക്കണമെന്ന് കർത്താവ് ഇച്ഛിക്കട്ടെ, കർത്താവിൻ്റെ ഇച്ഛ പോലെ നടക്കട്ടെ എന്ന് എഴുതിയിരുന്നു. എന്ന് പറഞ്ഞാൽ എത്ര കാലം ഇരിക്കണം എന്നുള്ളൊരു കാര്യം വിൽപ്പത്രത്തിൽ അദ്ദേഹം ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ 2ാം ലോകയുദ്ധത്തിൻ്റെ കാലത്ത് പയസ് 12 മാർപ്പാപ്പ ഈ രാജിക്കാര്യം രേഖപ്പെടുത്തി എന്ന് രേഖകളിലുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജർമ്മനിയിൽ നിന്ന് യൂറോപ്പിലെ ബാക്കി ഭാഗങ്ങളൊക്കെ ആക്രമിക്കുമ്പോൾ ഈ റോമും ഒക്കെ ആക്രമിച്ച് വത്തിക്കാനും ഒക്കെ ആക്രമിച്ച് അദ്ദേഹത്തിനെ നാസികൾ, ഹിറ്റ്ലറിൻ്റെ പട റാഞ്ചി കൊണ്ടുപോകുമോ എന്നൊരു സംശയം. അങ്ങനെ റാഞ്ചി അവരെന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ രാജിവെച്ചതായിട്ട് കണക്കാക്കണം എന്ന് അദ്ദേഹം എഴുതി വെച്ചതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനൊരു രേഖ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് സ്ഥിരീകരണമോ തെളിവോ ഇല്ല. ബെനഡിക്റ്റ് 16 മുമ്പ് ഞാൻ പറഞ്ഞില്ലേ 600 കൊല്ലത്തിൻ്റെ കഥ. ഗ്രിഗറി 12 15ാം നൂറ്റാണ്ടിൽ ആണ് രാജിവെച്ചത്. അത് എന്താന്ന് പറഞ്ഞാൽ, ഈ വെസ്റ്റേൺ സ്കിസം എന്ന് പറഞ്ഞിരുന്ന സഭയെ അന്ന് ബാധിച്ചു. വലിയ വിഭാഗീയത കത്തോലിക്ക സഭയിലുണ്ടായി. 1378 മുതൽ 1417 വരെയുള്ള കാലത്ത്. ആ കാലത്ത് 2 മാർപ്പാപ്പന്മാരുണ്ടായി. റോമിലൊരാൾ, അവിഞ്ഞോണിലൊരാൾ. അവിഞ്ഞോൺ എന്ന് പറയുന്നത് ഫ്രാൻസിൽ 2 മാർപ്പാപ്പന്മാർ.
അപ്പോൾ 1409 പിസ അതിരൂപതയിൽ മെത്രാനും മാർപ്പാപ്പയായിട്ട് വന്നു. അങ്ങനെ 3. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ഡിവിഷൻ വന്നല്ലോ, ഭിന്നത. അത് ഒഴിവാക്കാനായിട്ടാണ് ഗ്രിഗറി 12 15-ാം നൂറ്റാണ്ടിൽ രാജിവെച്ചത്. അപ്പോൾ രാജി അപൂർവമായിട്ട് കത്തോലിക്ക സഭയിൽ വലിയ നിർണായക ഘട്ടങ്ങളിലൊക്കെ സംഭവിക്കും. 1294 സെലസ്റ്റീൻ 5 രാജിവെച്ചിട്ടുണ്ട്. പാപ്പമാർക്ക് എങ്ങനെയാണ് ഏതൊക്കെ ഘട്ടങ്ങളിലാണ് രാജിവെക്കുക എന്ന് പറഞ്ഞിട്ടൊരു രേഖ അദ്ദേഹം ഉണ്ടാക്കുകയും ഒരു മാർഗരേഖ അദ്ദേഹം സ്വയം രാജിവെക്കുകയും ചെയ്തു 1294. പിന്നെ 3 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴാണ് അടുത്ത രാജി, പിന്നെ 600 കൊല്ലത്തിന് ശേഷമാണ്. അപ്പോൾ രാജിക്കത്തെഴുതി കർദിനാൾമാരുടെ സംഘത്തിന് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രക്രിയ. രാജിക്കത്തെഴുതി കർദിനാൾ സംഘമാണല്ലോ തീരുമാനിക്കുന്നത് ആരാണ് മാർപ്പാപ്പ എന്ന്, സംഘത്തിന് കൊടുക്കുക. അവർ അതിന് പിന്നീട് അനുവദിക്കേണ്ടതൊന്നുമില്ല. രാജിക്കത്ത് കൊടുത്താൽ അതോടുകൂടി തീർന്നു. പിന്നെ അവരുടെ അനുമതിക്ക് വേണ്ടി കാക്കേണ്ടതില്ല. അതായത് ഭയം കൊണ്ടോ എന്തെങ്കിലും ഫ്രോഡ് തട്ടിപ്പ് കൊണ്ടോ ഒന്നും ആയിരിക്കരുത് രാജി, ഒരു ഉൾവിളി കൊണ്ടായിരിക്കണം ഇത് എന്ന് മാത്രമാണ് അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം ഉള്ളത്. എന്ന് വെച്ചാൽ ആ തീരുമാനം സ്വതന്ത്രമാകണം എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് 2 പ്രധാനപ്പെട്ട ശസ്ത്രക്രിയകൾ കഴിഞ്ഞു. അദ്ദേഹം സഞ്ചരിക്കുന്നത് വീൽ ചെയറിലാണ്, കാലിന് സ്വാധീനക്കുറവുണ്ട്. അദ്ദേഹം പഴയ പോലെ ഈ ഓഡിയൻസില്ലേ ആളുകളെ കാണുന്നത് അത് കൊടുക്കുന്നില്ല പഴയ പോലെ. 2013 തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം അദ്ദേഹം രാജിക്കത്ത് എഴുതിയതായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്പാനിഷ് പത്രമായിട്ടുള്ള ABC-ക്ക് കൊടുത്ത അഭിമുഖത്തിൽ 2022 കൊടുത്ത അഭിമുഖത്തിൽ ആ രാജിക്കത്ത് ഞാൻ രാജിവെക്കുകയാണ് എന്ന് എഴുതിയിട്ട് കർദിനാൾ താർസീസിയോ ബെർട്ടോണിന് കൈമാറി എന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തി. അന്ന് വത്തിക്കാൻ്റെ വിദേശകാര്യ മന്ത്രിയായിരുന്നു താർസീസിയോ ബെർട്ടോണിനി. അപ്പോൾ ഇപ്പോഴത്തെ വിദേശകാര്യം നോക്കുന്ന മെത്രാൻ്റെ കയ്യിലത് ഉണ്ടാവും, കർദിനാളിൻ്റെ കയ്യിലത് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒപ്പിട്ടു. ആരോഗ്യ കാരണങ്ങളാൽ ദുർബലനായാൽ, അതായത് ആരോഗ്യ കാരണങ്ങളാൽ ഞാൻ ദുർബലനായാൽ ഏത് സാഹചര്യത്തിലായാലും ഇതാ രാജി എന്ന് പറഞ്ഞു എന്ന് അദ്ദേഹത്തിനോട്, കർദിനാളിനോട്. ഇതാ രാജി, ഇത് കയ്യിലിരിക്കട്ടെ. അതായത് അനാരോഗ്യം രൂക്ഷമാവുമ്പോൾ എൻ്റെ രാജിക്കത്ത് ഇപ്പോൾ കയ്യിലിരുന്നോട്ടെ, അത് ആ സമയത്ത് സ്വീകരിക്കുക എന്ന് പറഞ്ഞൊരു രാജിക്കത്ത് ഓൾറെഡി എഴുതി കൊടുത്തിട്ടുണ്ട് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ആഴ്ച ഹോപ്പ് എന്ന് പറഞ്ഞ ആത്മകഥ ഇറങ്ങിയല്ലോ, അതിലും ഈ രാജിയെപ്പറ്റി പറയുന്നുണ്ട്. ഓരോ തവണ അസുഖം വരുമ്പോഴും എൻ്റെ രാജിയെ പറ്റിയിട്ടുള്ള കാറ്റ് ഇങ്ങനെ വീശാറുണ്ട്. ആളുകൾ അതിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യും. ശസ്ത്രക്രിയ നടക്കുമ്പോൾ പോലും ഞാൻ എൻ്റെ രാജിയെപ്പറ്റി ഞാൻ ഓർത്തിരുന്നില്ല, രാജിവെക്കുന്ന കാര്യം ചിന്തിച്ചിട്ടില്ലെന്ന്, അങ്ങനെ ഒഴിയേണ്ട കാര്യം ചിന്തിച്ചിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കാലുകൊണ്ടല്ല സഭാഭരണം നടത്തുന്നത്, ഹൃദയവും ശിരസ്സും കൊണ്ടാണ് എന്ന് ഈ ഹോപ്പ് എന്ന് പറഞ്ഞ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, രാജി മറ്റും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കോൺക്ലേവ് ചേരും. ആ കർദിനാൾമാരിൽ നിന്നൊരാളെ തിരഞ്ഞെടുക്കും. ആ സമയത്ത് വെളുത്ത പുക അന്ന് കഴിഞ്ഞ തവണ അങ്ങനെ ഉണ്ടായിരുന്നില്ലേ, വളരെ നിർണായകമായ ഒരു സമയത്ത് എല്ലാവരും കാത്തിരിക്കും വെളുത്ത പുക വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയാണ്. അപ്പോൾ ഈ പറയുന്ന ഒരു മാർപ്പാപ്പയ്ക്ക് രാജിവെക്കുന്നത് ഒരു പുതിയ കാര്യമാണ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ വളരെ അപൂർവമായിട്ട് ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ മാത്രമല്ല 100 വർഷം മുമ്പ് നടന്നൊരു സംഭവമുണ്ട്. ഒരു കാരണവശാലും 100 വർഷത്തിന് ശേഷം നടന്നല്ലോ ബെനഡിക്റ്റിന്റെ മുൻഗാമി ബെനഡിക്റ്റ് 16 അന്നാണ് എല്ലാവരും ഈ കാത്തിരുന്നതൊക്കെ അല്ലേ. അപ്പോൾ എന്തായാലും ഇങ്ങനെയും ചില വ്യവസ്ഥകളുണ്ട്, ഇങ്ങനെയും ചില കാര്യങ്ങളുണ്ടെന്ന് അറിയാത്തവർക്ക് അതൊരു പുതിയ അറിവായിട്ട് നമ്മൾ പകർന്നു കൊടുത്താണ്.
എന്തായാലും ഇത്രയും പാപ്പമാർക്ക് ഇങ്ങനെയും ചില അവകാശങ്ങളുണ്ട്, അവരിങ്ങനെയും ചില നിലപാടുകൾ സ്വീകരിക്കുമെന്ന് ABC പ്രേക്ഷകർക്ക് കൂടെ മനസ്സിലായതിൽ വളരെ സന്തോഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.